ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു മനോഹരമായിട്ടുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ടിപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരാളാണ് ഈ കഴിഞ്ഞ എക്കോ സിനിമയിലൂടെ മ്ലാത്തി ചേട്ടത്തി അല്ലേ. മ്ലാത്തി ചേട്ടത്തി അത്രയും നമ്മുടെ ഹൃദയത്തിലോട്ട് ആഴ്ന്നിറങ്ങിയത് അവരുടെ ശബ്ദത്തിലൂടെയാണ്. അവർക്ക് ശബ്ദം നൽകിയത് KPC ലീലയാണ്. KPC ലീല അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഭൂതയാനം. ഒരു ഒന്നൊന്നര ഷോർട്ട് ഫിലിം കേട്ടോ. വളരെ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഒരു നേർത്ത ഫീലിങ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം. നമുക്ക് ഈ ഷോർട്ട് ഫിലിമിലോട്ട് കിടക്കാം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവരെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഉണ്ട്. അപ്പോൾ ആ സ്ത്രീ എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമത്തിലാണ്. ആ കാര്യം അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എടുക്കുന്നതിന് പിന്നിൽ അവർ ഏറെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരുടെ പേരക്കുട്ടി. അവർ വർഷങ്ങളായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു വേദന, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ വേദന ശരിക്കുമുള്ളൊരു ഒരമ്മ. ആ അമ്മേനെയാണ് നമ്മളെ KPC ലീല എന്ന് പറയുന്ന ക്യാരക്ടർ കാണിച്ചു തരുന്നത്. ആ ഷോട്ടിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരുടെ മോനും മരുമോളും കുട്ടിയും കൂടി നാട്ടിലോട്ട് വരുന്നതാണ്. ആ വന്നതിന് ശേഷം ആ ഫാമിലിയിൽ ഉണ്ടാവുന്ന 2-3 ദിവസത്തെ ഒരു ചെറിയൊരു കഥ, അതാണ് ഈ ഷോർട്ട് ഫിലിം. പക്ഷേ ഈ ഷോർട്ട് ഫിലിം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല ആൾക്കാരും ലണ്ടനിലും കാനഡയിലും എല്ലാം പുറത്താണ് മക്കളൊക്കെ. അപ്പോൾ സാധാരണ കേരളത്തിൽ ഇപ്പോൾ വളരെ കുറച്ച് വീടുകളിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടാവും, ഇവരെ നോക്കാനായിട്ട് മെയ്ഡുണ്ടാവും. പക്ഷേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ മക്കൾ അയച്ചു കൊടുക്കും. ഇവരെ ഫുൾ CCTVയിലൂടെ ഇവരവിടെ നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. ശബ്ദമടക്കം കേൾക്കുന്ന രീതിയിലുള്ള CCTV ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് അവർ എല്ലാ ഫെസിലിറ്റീസൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ പലപ്പോഴും ഈ മക്കളുടെ സാന്നിധ്യം ഇവരിലോട്ട് എത്താറില്ല. അവർ വരുന്നത് 3-4 കൊല്ലങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും വന്നു പോകുന്നതൊക്കെ. അതായത് ഏറ്റവും പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ അവരുടെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുന്നത് വർഷങ്ങൾ കൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ്. ആ ഒരു വേദന അനുഭവിക്കുന്ന ഒരു പാരൻറ്റിനെയാണ് KPC ലീല ഇതിലൂടെ കാണിച്ചു തരുന്നത്. അവർ ശരിക്കും ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഇതിവൃത്തം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ഒന്ന് കാണാം കേട്ടോ. കാരണം എത്രമാത്രമാണ് പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവരുടെ കൊച്ചുമക്കളെ കാണാൻ, അവരുടെ ഒന്ന് ലാളിക്കാൻ, അവർക്ക് ചോറ് വാരി കൊടുക്കാൻ, അവരോട് കഥകൾ പറയാൻ, അവർക്കൊപ്പം ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് കിടന്നുറങ്ങാൻ, ഒന്ന് ലാളിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതെന്നുള്ളത് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ എല്ലാ ഭാഗവും, അതായത് ഇപ്പോൾ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇതിനേക്കാൾ ഉപരി അഭിനയമാണെങ്കിലും എല്ലാം പക്കയാണ്. നമുക്കൊരു സ്ഥലത്ത് പോലും ലാഗ് അടിക്കില്ല, ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു കുറവും ഫീൽ ചെയ്യില്ല. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ചെറുക്കം നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് കൊള്ളുന്ന, മനസ്സ് നിറയ്ക്കുന്ന നല്ലൊരു ഷോർട്ട് ഫിലിം. പറ്റിയാൽ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കാണുക. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഭൂതയാനം. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡേവിസ് ആണ്. റൈറ്റർ പ്രദീപ് K. തോമസ് ആണ്. ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ മെയിനായിട്ട് ചെയ്ത് KPC ലീലയും അതുപോലെ തന്നെ വൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സജഷനായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിനകത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഈ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.